ഓഫീസിലെ ക്യാബിനിൽ പുതിയ സ്റ്റാഫിനെ നിയമിക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു മിഥുൻ. ഓക്കെ അമൃത, ഫോൺ നമ്പർ ബയോഡാറ്റയിലുണ്ടല്ലോ. ഞങ്ങൾ മറ്റു കാൻഡിഡേറ്റ്സിനെ കൂടെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ ശേഷം വിവരം അറിയിക്കാം. ഓക്കെ. മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി മിഥുൻ വളരെ എളിമയോടെ പറഞ്ഞു. ശരി സാർ, താങ്ക് യു. ഇന്റർവ്യൂവിന് വന്ന പെൺകുട്ടി കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. അവൾ പോകുമ്പോൾ മിഥുൻ അവളെ തന്നെ ഒന്ന് നന്നായി നോക്കി. ശേഷം അടുത്ത ആളെ വിളിക്കുന്നതിനായി ബെല്ലടിച്ചു. ഇവനാണ് മിഥുൻ. തിളക്കമാർന്ന കണ്ണുകളും ചിരിയിൽ പോലും കൗതുകമൊളിപ്പിച്ച ഒരു തരം ലാളിത്യവുമുള്ള ഒരു 29കാരൻ. കാണാൻ സുന്ദരൻ, വലിയ ബിസിനസ്സുകാരൻ. ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് അവന്റെ പക്കലെങ്കിലും ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അവന്റെ അച്ഛനും അമ്മയും തമിഴ്നാട്ടുകാരായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ വന്ന് സെറ്റിൽഡാണ്. പ്രായം ചെന്ന 2 പാവം മനുഷ്യർ. അവരുടെ ഒരേ ഒരു മോനാണ് മിഥുൻ. കണക്കില്ലാത്ത ക്യാഷും സ്വത്തും സർവ്വ ആഡംബരങ്ങളും ഉണ്ടായിരുന്നെങ്കിലും മിഥുൻ ഒട്ടും ഉത്തരവാദിത്തമില്ലാത്തവനായിരുന്നു. സ്ഥിരത എന്ന് പറയുന്നത് അവന് വലിയൊരു ഭാരമായിരുന്നു. ജോലിയിലാണെങ്കിലും ജോലിക്കാരെ ആണെങ്കിലുമെല്ലാം അങ്ങനെ തന്നെ. ഒരു കാര്യവുമില്ലെങ്കിലും ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ പോസ്റ്റിലേക്ക് പുതിയ ജോലിക്കാരെ വെച്ചുകൊണ്ടിരിക്കും. ചിലരെയൊക്കെ പറഞ്ഞയക്കുകയും ചെയ്യും. പ്രായം ചെന്ന അച്ഛനും അമ്മയും അവനെ ഒരു വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാനോ ഉത്തരവാദിത്തത്തോടെ ഒരാളോടൊപ്പം മാത്രം ജീവിക്കാനോ അവന് കഴിയുമായിരുന്നില്ല. അവന്റെ അച്ഛനും അമ്മയും അറിയാത്തൊരു മോശപ്പെട്ട ജീവിതവും അവനുണ്ട്. അവന്റെ ജീവിതമെന്ന് പറയുന്നത് തന്നെ പല രാത്രികളാണ്, പല പെൺകുട്ടികൾ, പല മുഖങ്ങൾ, പല കിടക്കകൾ. ഒന്നിനും ഒരു തുടർച്ച ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ഫോൺ കോളിലോ ഒരു മെസ്സേജിലോ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്ന ബന്ധങ്ങൾ. അവനെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു തമാശയായിരുന്നില്ല. അവന്റെ മനസ്സിലെ എന്തൊക്കെയോ വിഷമങ്ങൾ ഒളിപ്പിക്കാനുള്ള ഒരിടം മാത്രമായിരുന്നു അത്തരം ബന്ധങ്ങൾ. എന്നാൽ എല്ലാ ബന്ധങ്ങളും ആ ഒരു രാത്രിയോടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇപ്പോൾ കുറച്ചായി അവൻ അങ്ങനെ ഒരു ശീലം തുടങ്ങിയിട്ട്. ശരിക്കു പറഞ്ഞാൽ ബന്ധങ്ങൾ എന്ന വാക്കുപോലും അവൻ സൗകര്യപൂർവ്വം മറന്നിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വെറും താൽക്കാലികമായ പങ്കുവെക്കലുകൾ മാത്രമായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആളൊരു പാവത്താനായിരുന്നു. സാധാരണക്കാരോടും പാവങ്ങളോടുമെല്ലാം ഒരുപാട് അലിവുള്ള സ്വഭാവം. കണക്ക് നോക്കാതെ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്ന പ്രകൃതം. അവൻ ആരെയും വേദനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ അവനായിട്ട് തന്നെ ഒരു തരം ശൂന്യത സൃഷ്ടിക്കുകയായിരുന്നു. ഓരോ പുതിയ ബന്ധം കഴിയുമ്പോഴും ഉള്ളിലെവിടെയോ അവനൊരു മടുപ്പ് നിറയും. എങ്കിലും അതൊരു ശീലമായി, ഒരു ആസക്തിയായി മാറിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത രാത്രിയുടെ ഉന്മേഷത്തിനായി അവൻ കാത്തിരിക്കും. ജീവിതം അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് അന്ന് ഓഫീസിലേക്ക് വേണ്ടി ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 ആളെ അവൻ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു. 5 ആളോടും അത്യാവശ്യം കൊഞ്ചിക്കുയഞ്ഞ് അവൻ സംസാരിക്കുകയും ചെയ്തു. ശേഷം 6ാമത്തെ കാൻഡിഡേറ്റിന് വേണ്ടി അവൻ നീട്ടി ബെല്ലടിച്ചപ്പോൾ പുറത്തുള്ള അസിസ്റ്റന്റ് ഡോർ തുറന്നു കൊടുത്തത് പ്രകാരം ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി വന്നു. മൈലാഞ്ചി നിറം കലർന്ന അഴിഞ്ഞു കിടക്കുന്ന മുടിയും മാൻപേട കണ്ണുകളും വെള്ള ചുരിദാറും ധരിച്ച് അവൾ അകത്തേക്ക് കയറിയതും പെട്ടെന്ന് മിഥുനൊന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിപ്പോയി. ഒരു നിമിഷം അവളോട് ഇരിക്കാൻ പറയാൻ പോലും അവൻ മറന്നു. സർ. കയ്യിലെ ഫയലൊന്ന് അമർത്തി പിടിച്ചുകൊണ്ട് അവൾ മെല്ലെ വിളിച്ചു. ആ യെസ്. പെട്ടെന്നാണ് മിഥുൻ അവളെ കണ്ട ഞെട്ടലിൽ നിന്നും മാറിയത്. ഇരിക്കൂ, മിഥുൻ പറഞ്ഞു. ആ പെൺകുട്ടി അപ്പോൾ അവിടെ കസേരയിലിരുന്നു. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ബയോഡാറ്റ അവന് നേരെ നീട്ടി. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവനത് കയ്യിൽ വാങ്ങി. അതിലെ പേര് അവൻ മെല്ലെ ഒന്ന് വായിച്ചു. ഗായത്രി വാര്യർ. ഒരു നിമിഷം ബയോഡാറ്റയിലെ ആ പേര് വായിച്ചതും അവന്റെ കണ്ണിൽ അവളുടെ മുഖം ഒന്നുകൂടെ തെളിഞ്ഞു. അവൻ മുഖമുയർത്തി ഒന്നുകൂടെ അവളെ നോക്കി. പെട്ടെന്നൊരു നിമിഷം അവൻ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ അവളെ തന്നെ നോക്കിയിരിക്കാൻ തോന്നുന്ന പോലെ. അവനൊന്നും ചോദിക്കാതെ ബയോഡാറ്റയിലേക്കും തന്നെയും മാറി മാറി നോക്കുന്നത് കണ്ടപ്പോൾ ഗായത്രി ഒരു നിമിഷം അവനെ നോക്കി. ആ നോട്ടം കണ്ടതും അവൻ കാര്യത്തിലേക്ക് വന്നു. ഗായത്രി എന്നാണല്ലേ പേര്? അവൻ അപ്പോൾ അവളോട് ചോദിച്ചു. അതെ സാർ, അവൾ പറഞ്ഞു. ഏതുവരെ പഠിച്ചു? അവൻ വീണ്ടും ചോദിച്ചു. BSc മാത്സ്, അവൾ പറഞ്ഞു. ഓ ശരി, ഇതിനു മുൻപ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? അവൻ വീണ്ടും ചോദിച്ചു. ഏയ് ഇല്ല സാർ, ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഇതാണ് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ, അവൾ പറഞ്ഞു. ഓക്കെ, ഇതാണല്ലേ ഫസ്റ്റ് ഇന്റർവ്യൂ. ഇവിടെ ഇപ്പോൾ ഒഴിവുള്ളത് അക്കൗണ്ട് പോസ്റ്റിലേക്കാണ്. ഗായത്രിക്ക് അക്കൗണ്ട്സ് പരിചയമുണ്ടോ? അക്കൗണ്ട്സ് അറിയാം സാർ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവൾ പറഞ്ഞു. ഓ മതി, ധാരാളം. എങ്കിൽ ഗായത്രി നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ, അവൻ മറ്റൊന്നും ആലോചിക്കാതെ തന്നെ അവളോട് പറഞ്ഞു. അത് കേട്ടതും അവളുടെ ചുണ്ടിൽ വലിയൊരു ചിരി വിരിഞ്ഞു. ഏറെ സന്തോഷമുള്ള, സൂര്യന്റെ പ്രകാശത്തോളം തെളിച്ചമുള്ള അതിമനോഹരമായ ഒരു ചിരി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, അവൾ വളരെയധികം വിനയത്തോടെ പറഞ്ഞു.
മിഥുൻ അപ്പോൾ ചിരിച്ചു. ശേഷം കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് ഗായത്രി അവിടെ നിന്ന് എണീറ്റു. അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോഴും മിഥുൻ അവളെ തന്നെ നോക്കുകയായിരുന്നു. അവന്റെ മനസ്സിലെന്തോ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ് ഗായത്രി പുറത്തുപോയി. പിന്നീടുള്ള കുറച്ചു പേരെ കൂടെ ഇന്റർവ്യൂ ചെയ്ത ശേഷമാണ് മിഥുൻ ക്യാബിനിൽ നിന്നിറങ്ങിയത്. പിന്നീട് വന്നത് അത്രയും തന്നെ ആൺകുട്ടികളായിരുന്നു. അവരെ ഇന്റർവ്യൂ ചെയ്യാൻ മിഥുന് വലിയ താല്പര്യവുമില്ലായിരുന്നു. എങ്കിലും അതിലൊരാളെ ഗോഡൌൺ പോസ്റ്റിലേക്കും ഒരാളെ ബാക്ക് ഓഫീസ് സ്റ്റാഫായും നിയമിച്ചു. 2 സെക്ഷനിലും രാത്രി ഏറെ നേരം ജോലി ഉള്ളതുകൊണ്ട് തന്നെ ആൺകുട്ടികളെ തന്നെ വേണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മിഥുൻ തന്റെ ക്യാബിനിൽ നിന്നിറങ്ങി ഓഫീസിന് പുറത്തെത്തി. അതിന് തൊട്ടു മുൻപിലുള്ള റെസ്റ്റോറന്റിലേക്ക് ഭക്ഷണം കഴിക്കാനായി കയറി. അവിടെ ചെന്ന് കൈ കഴുകി വന്ന് ഒരു മേശക്കരികിലിരുന്നു. വെയിറ്റർ അപ്പോൾ അവൻ അരികിലേക്ക് വന്ന് വേണ്ട സാധനങ്ങളുടെ ഓർഡർ എടുത്തു. അവൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോൾ വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്തുള്ള സെക്ഷനിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന 3 പെൺകുട്ടികളെ കണ്ടു. എന്നാൽ അതിലൊരാളെ കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങി. അതെ, അത് ഇന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് അവൻ ജോലി കൊടുത്ത ഗായത്രി ആയിരുന്നു. അവൻ അപ്പോൾ ആകാംക്ഷയോടെ ഒന്ന് അവളെ തന്നെ നോക്കി. അവൾ മറ്റു പെൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു. മറ്റുള്ളവരെ പോലെ നിർത്താതെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. മറ്റ് 2 പെൺകുട്ടികളും എന്തോ കളി പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അവരുടെ ആ സന്തോഷത്തിമിർപ്പിനിടയിലും ശാന്തമായി ചുറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്ക് മറിച്ചു നോക്കിയിരിക്കുന്നു ഗായത്രി. മിഥുൻ അവളെ ഒന്നുകൂടി നന്നായി ശ്രദ്ധിച്ചു. അവളുടെ കണ്ണുകളിൽ ഒരു തരം തെളിമയുണ്ടായിരുന്നു. ഒരു കളങ്കവുമില്ലാത്ത സ്വപ്നം കാണുന്ന ഒരു കുട്ടിയുടെ നിഷ്കളങ്കത. മിഥുൻ അപ്പോൾ വേഗത്തിൽ എണീറ്റ് അവിടേക്ക് ചെന്നു. ഹലോ ഗായത്രി. മിഥുൻ വിളിച്ചപ്പോഴാണ് അവൾ പെട്ടെന്ന് ബുക്കിൽ നിന്ന് തല ഉയർത്തി അവനെ നോക്കിയത്. അവനെ കണ്ടതും അവൾ കയ്യിലുണ്ടായിരുന്ന മാസിക മടക്കി വെച്ച് വേഗം എണീറ്റു. ഹലോ സാർ. അവൾ ബഹുമാനത്തോടെ മിഥുനെ നോക്കി. സാർ എന്താ ഇവിടെ, ഭക്ഷണം കഴിക്കാൻ വന്നതാണോ? അവൾ ചോദിച്ചു. അതെ, ലഞ്ച് കഴിക്കാൻ. ഗായത്രി എന്താ ഫ്രണ്ട്സിന്റെ കൂടെയാണോ? അവൻ അവളുടെ കൂട്ടുകാരികളെ നോക്കി. അതെ സാർ, എന്റെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. ബഹുമാനത്തോടെയും വിനയത്തോടെയുമാണ് അവൾ അത് പറഞ്ഞത്. ശരി, ഞാൻ കണ്ടപ്പോൾ വന്നു എന്നേ ഉള്ളൂ. ഓക്കെ, യു കണ്ടിന്യൂ. ചായയോ കാപ്പിയോ എന്തെങ്കിലും ഓർഡർ ചെയ്ത് തരണോ? മിഥുൻ അവളോട് ചോദിച്ചു. ഏയ് വേണ്ട സാർ, ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞു. താങ്ക്സ് സാർ, ഗായത്രി പറഞ്ഞു. എന്നാ ശരി, ഓക്കെ, ഞാൻ അങ്ങോട്ട്. മിഥുൻ പറഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ തലയാട്ടി. ശേഷം അവൻ അവിടെ നിന്നും അവന്റെ മേശക്കരികിലേക്ക് തന്നെ പോയി. മിഥുൻ ഒരു മര്യാദക്കാരനാണെന്ന് ഗായത്രിക്ക് അപ്പോൾ തോന്നി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുതലാളിമാര് സ്റ്റാഫിനെ കണ്ടാൽ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമോ? അവൾക്ക് മിഥുനോട് ഏറെ ബഹുമാനം തോന്നി. തിരികെ മേശക്കരികിൽ ചെന്നിരുന്ന മിഥുന്റെ ചുണ്ടിൽ അപ്പോൾ ഒരു നേർത്ത ചിരിയുണ്ടായിരുന്നു. പൊതുവെ താൻ അങ്ങനെയല്ല. ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ടാലും തന്റെ പതിവ് നമ്പറുകൾ അവരോട് ഇറക്കാറാണ് ചെയ്യാറ്. എന്തെങ്കിലുമൊക്കെ അങ്ങ് സംസാരിക്കും, അതിൽ അവർ വീഴും. പിന്നെ മെസ്സേജായി, കോളായി, രാത്രിയിൽ അവരുടെ കൂടെയായി. എന്നാൽ എന്തോ ഗായത്രിയോട് മാത്രം അവൻ അങ്ങനെ മോശമായ ചിന്തകളൊന്നും തോന്നിയില്ല. കാരണം മറ്റു പെൺകുട്ടികളെ പോലെ അവനെ ആകർഷിക്കാനോ അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനോ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ ഒതുങ്ങിയ ഒരു പാവം പെൺകുട്ടിയായിരുന്നു അവൾ. അത് തന്നെയായിരുന്നു മിഥുൻ അവളെ ഇഷ്ടപ്പെടാനുള്ള കാരണവും. അന്ന് രാത്രി മിഥുൻ വീട്ടിലെത്തി. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കിടക്കയിൽ അങ്ങനെ എന്തോ ഓർത്തുകൊണ്ട് കിടക്കുകയായിരുന്നു അവൻ. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് നിർത്താതെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കേട്ടത്. അവൻ ഫോൺ എടുത്തു നോക്കി. അതിൽ ഒരുപാട് മെസ്സേജുകൾ വന്നു കിടക്കുന്നുണ്ടായിരുന്നു. പതിവ് ക്ഷണങ്ങൾ. പക്ഷേ അന്നാദ്യമായി അവയൊന്നും തന്നെ അവന്റെ മനസ്സിനെ ആകർഷിച്ചില്ല. അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നതത്രയും ഗായത്രിയുടെ മുഖമായിരുന്നു. അവൻ പതിയെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ മാറ്റിവെച്ചു. അല്പനേരം കൂടെ അവൻ എന്തോ ചിന്തയിൽ അങ്ങനെയിരുന്നു. ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി ജീവിതത്തിൽ. ശരിക്കു പറഞ്ഞാൽ താൻ എന്താണ് ഇത്രയും നാൾ ചെയ്തു കൂട്ടിയത്? ആരുടെയൊക്കെയോ കൂടെ പോകുന്നു, ആരുടെയൊക്കെയോ കൂടെ കിടക്ക പങ്കിടുന്നു. താൻ തന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ? അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവന് തന്നെ ഒരുപാട് വേദന തോന്നി. അപ്പോഴും അവന്റെ ഫോണിലേക്ക് ആരുടെയൊക്കെയോ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ അപ്പോൾ ആ മെസ്സേജുകളൊന്നും നോക്കാൻ പോലും തോന്നുന്നില്ലായിരുന്നു. വേണ്ട, ഇനി ഇതൊന്നും വേണ്ട, വലിയ തെറ്റാണ്. അപ്പോൾ മുതൽ അവൻ ആ മെസ്സേജുകൾക്കെല്ലാം മറുപടി നൽകാതെയായി. അവന്റെ മനസ്സിൽ ഗായത്രി മാത്രം നിറഞ്ഞു നിന്നു. എനിക്ക് അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷേ അതിനുള്ള അർഹത എനിക്കുണ്ടോ? ഇഷ്ടം, പ്രണയമെന്നൊക്കെ പറയുന്നത് കളങ്കമില്ലാത്തവർക്കുള്ളതാണ്. ആ പെൺകുട്ടിയെ സ്നേഹിക്കാനുള്ള യോഗ്യത കളങ്കപ്പെട്ട മനുഷ്യനായ എനിക്കുണ്ടോ? അറിയില്ല. എന്നാലും അവളെ കണ്ടപ്പോൾ മുതൽ എന്തോ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം. അവന്റെ മനസ്സിലപ്പോൾ അവന്റെ കൂടെ വന്ന് അന്തി ഉറങ്ങിയിരുന്ന പല പെൺകുട്ടികളുടെ മുഖം ഓർമ്മ വന്നു.
ആ മുഖങ്ങൾ അത്രയും ആ നിമിഷം മുതൽ അവനെ വേട്ടയാടാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ അതിനിടയ്ക്കും ഗായത്രിയുടെ നിഷ്കളങ്കമായ മുഖം കയറി വന്നപ്പോൾ അവന്റെ മനസ്സിൽ ഐസ് വീഴുന്ന പോലൊരു സുഖം അവൻ അനുഭവപ്പെട്ടു. ഒരു വാക്കുപോലും സംസാരിക്കുന്നതിനു മുൻപ് തന്നെ തനിക്കവൾ അത്രമേൽ പ്രിയപ്പെട്ടതാവണമെങ്കിൽ എന്തായിരിക്കും അവൾക്കുള്ള പ്രത്യേകത? അവൻ ആലോചിച്ചു. അറിയില്ല, പക്ഷേ ഒന്നു മാത്രം അവൻ അറിയാമായിരുന്നു. ഒരാണിന്റെ ഏത് ചീത്ത സ്വഭാവവും മാറ്റാൻ ഒരു നല്ല പെൺകുട്ടിക്ക് ഒരു നിമിഷം കൊണ്ട് കഴിയുമെന്നുള്ളത്. അവളെ കണ്ടപ്പോൾ മുതൽ തനിക്ക് ഇതൊന്നും തന്നെ വേണ്ട. അവന്റെ മനസ്സവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ശരിക്കു പറഞ്ഞാൽ ഇതെല്ലാം താൽക്കാലിക ആവശ്യത്തിനുള്ളതായിരുന്നില്ലേ? തനിക്ക് വേണ്ടത് ഇതിനപ്പുറത്തൊക്കെയുള്ള, ഇതിനേക്കാൾ മൂല്യമുള്ള മറ്റെന്തോ ആണ്. കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴുമെല്ലാം അവന്റെ കണ്ണിലും ഹൃദയത്തിലും ഗായത്രി മാത്രമായിരുന്നു. അന്ന് അവൻ ആദ്യമായി അറിയാൻ ആഗ്രഹിച്ചത് ഒരു പെണ്ണിന്റെ ശരീരത്തെ ആയിരുന്നില്ല, മറിച്ച് അവളുടെ മനസ്സിനെ ആയിരുന്നു. ഗായത്രിയുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ അങ്ങനെ കിടന്നു. പിറ്റേന്ന് രാവിലെ അവൻ ഓഫീസിലെത്തി. മിഥുൻ ക്യാബിനിലേക്ക് കയറി പോകുമ്പോൾ സ്റ്റാഫ് എല്ലാം ജോലിയിലായിരുന്നു. അക്കൗണ്ട് സെക്ഷനിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടു ഗായത്രിയെ. അവൻ അരികിലെത്തിയതും ഗായത്രി എഴുന്നേറ്റ് നിന്നു. ഗുഡ് മോർണിംഗ് സാർ, അവൾ പറഞ്ഞു. മിഥുൻ അപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. എങ്ങനുണ്ട് ഗായത്രി, ജോലിയിലേക്ക് കടന്നോ? അവൻ അപ്പോൾ അവളോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല സാർ, പതിയെ അങ്ങനെ നോക്കുകയായിരുന്നു, അവൾ പറഞ്ഞു. കുഴപ്പമില്ല, ഒന്ന് ശരിയായി വരാൻ സമയമെടുക്കും. സ്റ്റെല്ല, അവൻ അവിടെ നിലവിലുള്ള അക്കൗണ്ടന്റിനെ അങ്ങോട്ടേക്ക് വിളിച്ചു. സ്റ്റെല്ല അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു. ഈ കുട്ടി പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്, മനസ്സിലായില്ലേ? നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം ക്ലിയറായി പറഞ്ഞു കൊടുക്കണം, പതിയെ മതി, വലിയ പ്രഷർ കൊടുത്ത് ചെയ്യിപ്പിക്കണ്ട, അവൻ സ്റ്റെല്ലയോട് പറഞ്ഞു. ശേഷം ഗായത്രിയെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. അകത്തെ ക്യാബിനിലെത്തി കസേരയിലേക്ക് ഇരിക്കുമ്പോഴും അവന്റെ മനസ്സിൽ ഗായത്രിയായിരുന്നു. അവൻ ഒന്നുകൂടെ അവളെ കുറിച്ചോർത്തു. അവളുടെ കണ്ണുകൾ, മുടി, പുരികം, ചുണ്ട്, മുഖം, സംസാരം എന്നുവേണ്ട എല്ലാത്തിനും എന്തോ ഒരു ആകർഷണീയത. ചിരിച്ചുകൊണ്ടങ്ങനെ അവളെ ഓർത്തിരിക്കുമ്പോൾ പെട്ടെന്നാണ് അവനൊരു ഭയം തോന്നിയത്. സ്റ്റെല്ലയോടാണ് അക്കൗണ്ട്സ് പറഞ്ഞു കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അവൾ എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഗായത്രിയോട് തുറന്നു പറയുമോ? അവൻ എന്തോ ഒരു ഭയം തോന്നി. അവൻ അപ്പോൾ ബെല്ലടിച്ച് അസിസ്റ്റന്റിനോട് ഗായത്രിയെ റൂമിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഗായത്രി അവന്റെ ക്യാബിനിലേക്ക് എത്തി. എന്താ സാർ വിളിച്ചത്? അവൾ അവനോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ദേ ഇതാണ് ഇവിടുത്തെ ഇയർ എൻഡിംഗ് ഫയൽ. ഇത് നോക്കിയാൽ ഇവിടുത്തെ സ്റ്റോക്കിനെയും കാര്യങ്ങളെയും കുറിച്ചൊക്കെ ഗായത്രിക്ക് ചെറിയ രൂപം കിട്ടും. പിന്നെ കുറച്ചൊക്കെ സിസ്റ്റത്തിൽ നോക്കി നോക്കി അങ്ങനെ പഠിച്ചാൽ മതി, അവൻ ഗായത്രിയോട് പറഞ്ഞു. ഓക്കെ സാർ, അങ്ങനെ ചെയ്തോളാം, അവൾ പറഞ്ഞു. എന്നാ ശരി, ഇത് കൊണ്ടുപോയി നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ, വലിയ പ്രഷർ എടുത്ത് ചെയ്യണ്ട, പതുക്കെ ശരിയായിക്കോളും. ഓക്കെ? മിഥുൻ ഒന്നുകൂടെ അവളോട് ചിരിച്ചു. അവൾ അവിടെ നിന്നും തിരികെ പോയി. സ്റ്റെല്ല എന്തെങ്കിലും പറഞ്ഞു കാണുമോ? ഈ കുട്ടിയോടിപ്പോ അതൊന്നും ചോദിക്കാനും വയ്യല്ലോ. എന്തായാലും പറയരുതെന്ന് അവൾക്കൊരു വാണിംഗ് കൊടുത്തേക്കാം. മിഥുൻ അപ്പോൾ തന്നെ സ്റ്റെല്ലയെ വിളിച്ച് തന്റെ ഒരു കാര്യങ്ങളും ഗായത്രിയോട് പറയരുതെന്ന് കർശനമായി അവളോട് പറഞ്ഞു. അയ്യോ, ഞാനൊന്നും പറയില്ല സാർ, ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ച് മിഥുന്റെ മുറിയിൽ നിന്നിറങ്ങിയെങ്കിലും സ്റ്റെല്ല നേരെ പോയത് ഗായത്രിയുടെ അടുത്തേക്കാണ്. എന്താ മോളെ, മിഥുൻ സാർ നേരത്തെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചല്ലോ, വല്ല കോളുമുണ്ടോ? സ്റ്റെല്ല ചോദിച്ചു. എന്ത് കോള്? ഗായത്രി അപ്പോൾ സ്റ്റെല്ലയെ നോക്കി. ഓ പിന്നെ, സാർ ഒന്നും പറഞ്ഞില്ലേ? ഇന്ന് രാത്രി എവിടേക്ക് ചെല്ലാനാ പറഞ്ഞത്? സ്റ്റെല്ല ഗായത്രിയെ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഗായത്രിക്ക് അപ്പോഴും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്റെ പൊന്നുമോളെ, നീ ഉരുണ്ട് കളിക്കല്ലേ, നിന്നെ പിന്നെ എന്തിനാ സാർ ക്യാബിനിലേക്ക് വിളിപ്പിച്ചത്? സ്റ്റെല്ല അവളോട് ചോദിച്ചു. അത് അക്കൗണ്ട്സിന്റെ ഈ ഫയല് തരാൻ, അവൾ പറഞ്ഞു. ഈ ഫയല് തരിക മാത്രമേ ചെയ്തുള്ളൂ? സ്റ്റെല്ലക്ക് അത്ഭുതമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് തന്നെയാണ് കാര്യം. മിഥുൻ സാറിന് ഇവളോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. അത് സാധാരണ ഇഷ്ടമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു രാത്രി ഏതെങ്കിലും റൂമിലേക്ക് വിളിച്ച് ക്യാഷ് കൊടുത്ത് സാർ അന്നത്തോടെ തന്നെ ഒഴിവാക്കും. വെറുതെ അല്ല എന്നോട് ഇവളോടൊന്നും പറയരുതെന്ന് വാണിംഗ് ചെയ്തത്. എന്താണാവോ, കണ്ടറിയാം. എന്താ ചേച്ചി കാര്യം? ഗായത്രി അപ്പോഴും സ്റ്റെല്ലയെ നോക്കി. ഒന്നുമില്ല മോളെ, എന്താണെന്നൊക്കെ കണ്ടറിയാമെന്ന് പറഞ്ഞതാ. നടക്കട്ടെ, അത് പറഞ്ഞ് സ്റ്റെല്ല അവിടെ നിന്നും പോയി. സ്റ്റെല്ല പറഞ്ഞതൊന്നും മനസ്സിലാവാതെ ഗായത്രിക്ക് അപ്പോൾ എന്തോ പോലെ തോന്നി. സ്റ്റെല്ല ചേച്ചി, കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് പോകൂ. ഗായത്രി അപ്പോൾ സ്റ്റെല്ലയെ വിളിച്ചു. എടി പെണ്ണെ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു എന്ന് നീ സാറിനോടൊന്നും പോയി പറഞ്ഞേക്കരുത്. മിഥുൻ സാറിന് ഒരു സ്വഭാവമുണ്ട്. സ്റ്റെല്ല ഗായത്രിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗായത്രി ഞെട്ടിത്തരിച്ചു പോവുകയാണുണ്ടായത്.
മിഥുനെ കുറിച്ച് അവൾ അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. ആ നേരം വരെ മിഥുനോട് അവൾക്ക് അളവറ്റ ബഹുമാനമുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ആളായിരുന്നോ സാറ്? അവൾ കേട്ടതൊന്നും വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവിശ്വസനീയതയോടെ അവൾ അങ്ങനെ നിന്നു. അന്ന് വൈകുന്നേരം അവൾ ജോലി കഴിഞ്ഞിറങ്ങി. ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും വീടിനടുത്തേക്ക് നേരിട്ടുള്ള ബസ് പോയിരുന്നു. ശേഷം അവൾ അടുത്ത ബസ്സിനായി കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ജോലി കഴിഞ്ഞ് മിഥുൻ ആ വഴിക്ക് കാറിൽ പോകുന്നുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അവളെ കണ്ടതും മിഥുൻ ബസ് സ്റ്റോപ്പിന് കുറച്ചു മുന്നിലായി അവന്റെ കാർ കൊണ്ടുചെന്ന് നിർത്തി. മിഥുന്റെ കാർ കണ്ടതും ഗായത്രി ഒന്ന് അങ്ങോട്ട് നോക്കി. മിഥുൻ അപ്പോൾ കാറിൽ നിന്നിറങ്ങി ഗായത്രിക്കരികിലേക്ക് വന്നു. സ്റ്റെല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട് തന്നെ ഗായത്രിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവനെ കണ്ടപ്പോൾ. പക്ഷേ അതൊന്നും ഭാവിക്കാതെ അവൾ അവനോട് ചിരിച്ചു. കുറെ നേരമായല്ലോ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട്, ഇതുവരെ പോയില്ലേ? മിഥുൻ ചോദിച്ചു. ഇല്ല, ബസ് കിട്ടിയില്ല, ഗായത്രി പറഞ്ഞു. എന്തേ ഇത്ര ലേറ്റ്? അവൻ വാച്ചിലേക്ക് നോക്കി. അത് നേരിട്ടുള്ള ബസ് കഴിഞ്ഞു. ഇനി 25 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടിയുണ്ട്. അതിനാകുമ്പോൾ എനിക്ക് വീട് വരെ അങ്ങെത്താം. അധികം നടക്കാനില്ല, അവൾ പറഞ്ഞു. 25 മിനിറ്റ് ഇനിയും നിൽക്കണ്ടേ? ടൗണിൽ ചെന്നാൽ എപ്പോഴും ബസ് ഉണ്ടാകുമല്ലോ, കയറിക്കോളൂ, ഞാൻ ടൗണിൽ ഡ്രോപ്പ് ചെയ്യാം, അവൻ പറഞ്ഞു. അയ്യോ വേണ്ട സാർ, ഞാൻ ബസ്സിന് പോയിക്കോളാം, അവൾ ഒരു മടി കാണിച്ചു. അതെന്താടോ അങ്ങനെ? തന്നെ പിടിച്ചോണ്ട് പോകാനൊന്നുമല്ല, തന്റെ മുതലാളിയല്ലേ വിളിക്കുന്നത്, കയറിക്കോളൂ, അവൻ വീണ്ടും പറഞ്ഞു. അവനോട് എന്തു പറയണമെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. സ്റ്റെല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും അവൻ ഏറെ നിർബന്ധിച്ചപ്പോൾ അവൾ അവനൊപ്പം കാറിൽ കയറി. കാറിൽ കയറിയപ്പോഴും അവളുടെ ഉള്ളിൽ എന്തോ ഒരു പേടിയുണ്ടായിരുന്നു. എന്നാൽ അവൾ അതൊന്നും പുറത്തു കാണിക്കാതെ അങ്ങനെ ഇരുന്നു. മിഥുൻ അപ്പോൾ അവളോടൊന്നും സംസാരിക്കാതെ കാർ മുന്നോട്ടെടുത്തു. സ്റ്റെല്ല ചേച്ചി പറഞ്ഞ പോലെ ഒരാളാണെന്ന് കണ്ടാൽ തോന്നുന്നേ ഇല്ലല്ലോ. എന്നോടൊക്കെ വളരെ മാന്യമായിട്ടാണല്ലോ പെരുമാറുന്നത്, അവൾ ഓർത്തു. പെട്ടെന്നാണ് അവരുടെ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസിന് മുന്നിൽ മഴത്തുള്ളി പതിച്ചത്. കാർ മുന്നോട്ടു പോകുന്തോറും മഴയുടെ ശക്തി കൂടാൻ തുടങ്ങി. ചീറിപ്പാഞ്ഞെത്തിയ മഴത്തുള്ളികൾ കാറിന്റെ വിൻഷീൽഡിൽ പതിച്ച് താളം പിടിക്കാൻ തുടങ്ങി. സന്ധ്യാസമയമായതുകൊണ്ട് തന്നെ ടൗണിൽ നല്ല തിരക്കുണ്ടായിരുന്നു. മഴ നനഞ്ഞ റോഡിലൂടെ മിഥുൻ തന്റെ കറുത്ത ടൊയോട്ട കാർ പതിയെ ഓടിച്ചു. ഗായത്രി അപ്പോഴും ആകെ ഒരു പരുങ്ങലിലായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരാളുടെ കാറിൽ തനിച്ചിരിക്കുന്നത് ശരിയാണോ? അവൾക്കത് ചെറിയൊരു അസ്വസ്ഥത നൽകി. ഗായത്രി, മിഥുൻ അപ്പോൾ പതിയെ വിളിച്ചു. എന്താ സാർ? ഗായത്രി അവനെ ഒന്ന് നോക്കിയ ശേഷം വേഗം മഴയത്തേക്ക് കണ്ണും നട്ടിരുന്നു. ഷോപ്പിലെ അക്കൗണ്ട്സിനെ കുറിച്ചോ സെയിലിനെ കുറിച്ചോ ആയിരിക്കും മിഥുൻ സംസാരിക്കുക എന്നാണ് അവൾ കരുതിയത്. എന്നാൽ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മിഥുന്റെ സംസാരം പെട്ടെന്ന് മാറി തുടങ്ങി. ഗായത്രി, മിഥുൻ കാർ ബസ് സ്റ്റോപ്പിന് അല്പം മുൻപിലുള്ള ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒതുക്കി നിർത്തി. കാറിനുള്ളിൽ പെട്ടെന്ന് നിശബ്ദത നിറഞ്ഞു. പുറത്ത് മഴയുടെ ശബ്ദം മാത്രം. അവൻ അപ്പോൾ ഒരു ദീർഘശ്വാസം എടുത്തു. അവന്റെ നെഞ്ചിടിപ്പ് അവന് പോലും കേൾക്കാമായിരുന്നു. ഗായത്രി, എനിക്കിത് നിന്നോട് പറയണമെന്ന് തോന്നി. പെട്ടെന്ന് പറയുന്നത് ശരിയാണോ എന്നറിയില്ല. എപ്പോഴാ പറയേണ്ടതെന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്നോ എനിക്കറിയില്ല, മിഥുൻ ഒരൽപ്പം പരിഭ്രമത്തോടെ പറഞ്ഞു. ഗായത്രി അപ്പോൾ സംശയത്തോടെ അവനെ നോക്കി. എന്തു പറ്റി സാർ? ഓഫീസിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയോ? അവൾ ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് മിഥുൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. തെറ്റ് ചെയ്തതല്ല, സന്തോഷമുള്ള കാര്യമാണ് ചെയ്തത്. നിന്നോട് എനിക്കെന്തോ ഇഷ്ടം തോന്നുന്നു ഗായത്രി. ഷോപ്പിലെ ഒരു സ്റ്റാഫ് എന്നതിലുപരിയായി എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തോ അങ്ങനെ തോന്നുന്നു. ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. അത് കേട്ടതും ഗായത്രിയുടെ മുഖത്തൊരു നിമിഷം ഞെട്ടൽ നിഴലിച്ചു. സാർ എന്താ ഈ പറയുന്നത്? ഇത് ശരിയല്ലല്ലോ. അവളുടെ ചുണ്ടുകൾ അപ്പോൾ അവൻ കേൾക്കാതെ മന്ത്രിച്ചു. പതുക്കെയാണ് അവൾ പറഞ്ഞു പോയതെങ്കിലും അവൻ അത് കേട്ടു. എനിക്കറിയാം ഗായത്രി ഇങ്ങനെയേ പറയൂ എന്ന്. നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഞാൻ പറയുമ്പോൾ ഗായത്രി വിചാരിക്കും ഒരു മുതലാളിയും സ്റ്റാഫും തമ്മിലുള്ള അന്തരമാണെന്ന്. എന്നാലല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ നിന്നേക്കാൾ എത്രയോ താഴെയാണ് ഗായത്രി. അത് പറയുമ്പോൾ മിഥുന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളായിരുന്നു അവന്റെ മനസ്സിൽ നിറയെ. സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടതിനു ശേഷം എനിക്ക് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഒരു മുതലാളി എന്ന നിലയിൽ ഞാനിത് നിന്നോട് പറയാൻ പാടില്ല എന്നും എനിക്കറിയാം. പക്ഷേ എന്റെ തോന്നലുകൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല ഗായത്രി. ഇതൊരു തെറ്റായ അടുപ്പമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നു മാത്രം അറിയാം, എനിക്ക് നിന്നോട് പ്രണയമാണ്. നീ ഊഹിക്കുന്നതിനേക്കാൾ വലിയ ഇഷ്ടം.
മിഥുൻ അത് പറഞ്ഞതും ഗായത്രി പെട്ടെന്ന് കാറിന്റെ സീറ്റിലേക്ക് ചാരിയിരുന്നു പോയി. അവളുടെ ചിന്തകൾ കറങ്ങിത്തിരിഞ്ഞു. മിഥുൻ നല്ല ചെറുപ്പക്കാരനാണ്, കാണാൻ വളരെ നല്ലതാണ്, സമ്പന്നനാണ്. പക്ഷേ സ്റ്റെല്ല ചേച്ചി പറഞ്ഞ കാര്യം, അവൾക്ക് അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഗായത്രി നന്നായി ആലോചിച്ചിട്ട് എനിക്കൊരു മറുപടി തരണം. ഒരിക്കലും ഞാൻ ഗായത്രിയെ നിർബന്ധിക്കില്ല. ഗായത്രിക്ക് സമ്മതമാണെങ്കിൽ മാത്രം. എനിക്ക് ഗായത്രിയോട് കുറെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഗായത്രി സമ്മതം പറഞ്ഞു കഴിഞ്ഞിട്ടല്ല ഞാൻ ആ കാര്യങ്ങളൊന്നും തുറന്ന് സംസാരിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ എന്തോ ഗായത്രിയോട് അത് പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ആലോചിച്ചിട്ട് എനിക്കൊരു മറുപടി തരണം. ഞാൻ ഒരിക്കലും ഗായത്രിയെ നിർബന്ധിക്കില്ല. എല്ലാം ഗായത്രിയുടെ ഇഷ്ടം. പക്ഷേ ഇത് പറയാതെ പോയാൽ എന്റെ മനസ്സ് എന്നോട് തന്നെ ക്ഷമിക്കില്ല. അതുകൊണ്ടാ പറഞ്ഞത്. മിഥുൻ ശാന്തമായി പറഞ്ഞു. ഗായത്രി ഇപ്പോൾ ഒന്നും പറയണ്ട. നാളെ ഓഫീസിൽ വരുമ്പോൾ ഗായത്രിയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ പറയാം. എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. ഈ സംഭവം ഗായത്രിയുടെ ജോലിയെയോ നമ്മൾ തമ്മിലുള്ള ബഹുമാനത്തെയോ സൗഹൃദത്തെയോ ഒരിക്കലും ബാധിക്കില്ല. അത് ഞാൻ ഉറപ്പു തരുന്നു. മിഥുൻ വേഗം കാർ സ്റ്റാർട്ട് ചെയ്തു. ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേരാൻ അധികം ദൂരമില്ലായിരുന്നു. ഗായത്രി അപ്പോൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ കാറിന്റെ ഡോറിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ മനസ്സിലപ്പോൾ മഴയുടെ ആരവം പോലെ മിഥുന്റെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു. ഒപ്പം സ്റ്റെല്ല ചേച്ചി പറഞ്ഞ കാര്യവും. മിഥുൻ പതിയെ കാർ ബസ് സ്റ്റോപ്പിൽ നിർത്തി. എന്നാൽ ഇറങ്ങിക്കോളൂ, ടേക്ക് കെയർ ഗായത്രി, മിഥുൻ പറഞ്ഞു. ഗായത്രി ഒരു മങ്ങിയ ചിരിയോടെ തലയാട്ടി. ശരി സാർ. അവൾ കാറിൽ നിന്നിറങ്ങി വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് സ്റ്റോപ്പിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് അവൾ അപ്പോൾ ശ്രദ്ധിച്ചില്ല. മിഥുൻ കാർ ഓടിച്ചു പോകുന്നതും അവൾ കണ്ടില്ല. അവളുടെ കാതുകളിൽ അപ്പോൾ ആ വാക്കുകൾ മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു. എനിക്ക് നിന്നോട് ഇഷ്ടമാണ് ഗായത്രി, പ്രണയമാണ്, മിഥുൻ പറഞ്ഞ ആ വാക്കുകൾ. ഗായത്രി പതിയെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവന്റെ വാക്ക് കേട്ടതിന്റെ അമ്പരപ്പിലായിരുന്നു ഗായത്രി. അപ്പോഴേക്കും മിഥുന്റെ കാർ അവളെ യാത്രയാക്കി മുൻപോട്ടെടുത്തിരുന്നു. ഗായത്രിയുടെ ചിന്തകൾ മിഥുന്റെ വാക്കുകളിൽ തന്നെ വല്ലാതെ ചുറ്റിത്തിരിയുകയായിരുന്നു. ആളുകൾ മഴ മാറിയതിന്റെ ആശ്വാസത്തിൽ ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഗായത്രി ഒരൽപ്പം മാറി ബസ് സ്റ്റോപ്പിന്റെ ഒരരികിൽ ചേർന്നു നിന്നു. മഴയുടെ കുളിരപ്പോഴും അവശേഷിക്കുന്ന ആ അന്തരീക്ഷത്തിൽ പെട്ടെന്നാണ് അവൾ ഒരു വലിയ ശബ്ദം കേട്ടത്. ഒരു നിമിഷം മുൻപ് തന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടു പോയ മിഥുൻ സാറിന്റെ കറുത്ത ടൊയോട്ട കാർ റോഡിൽ ആക്സിഡന്റ് ആയിരിക്കുന്നു. പെട്ടെന്നുള്ള ഒരു വെട്ടിത്തിരിയലിന്റെ ശബ്ദവും അതിനു പിന്നാലെ ശക്തിയായ ഒരു കരച്ചിലും ഗായത്രിയുടെ കാതിൽ കേട്ടു. ഒരു ചരക്ക് ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റിയ മിഥുന്റെ കാർ റോഡരികിലെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ശക്തിയായി ഇടിച്ചിരുന്നു. അത് കണ്ടതും ഗായത്രി ആകെ ഞെട്ടിത്തരിച്ചുപോയി. അവൾക്ക് പെട്ടെന്നെന്താണ് സംഭവിച്ചത് എന്ന ബോധം പോലും ഒരു നിമിഷത്തേക്ക് നഷ്ടപ്പെട്ടു. ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ കരഞ്ഞു നിലവിളിച്ച് അപകട സ്ഥലത്തേക്ക് ഓടുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടിയത് തന്നെ. വേഗത്തിൽ അവൾ ആ കാറിനടുത്തേക്ക് ഓടി. അവിടെ എത്തിയതും ആ രംഗം കണ്ട ഗായത്രി ആകെ ഒന്ന് വിറച്ചുപോയി. ഓടിക്കൂടി ആളുകൾ അപ്പോഴേക്കും മിഥുനെ കാറിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയിരുന്നു. കാറിന്റെ മുൻഭാഗം മുഴുവനും തകർന്നിരുന്നു. എയർ ബാഗുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ തല ചായ്ച്ച് മിഥുൻ വേദന കൊണ്ട് പുളയുകയായിരുന്നു. നെറ്റിയിൽ നിന്നും ദേഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അയ്യോ സാർ, മിഥുൻ സാർ, ദൈവമേ എന്തു പറ്റി? ഗായത്രി നിലവിളിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് ഓടിച്ചെന്നു. ഗായത്രിയെ കണ്ടതും അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഗായത്രി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ആ വേദനയ്ക്കിടയിലും മിഥുന്റെ ആദ്യ ചോദ്യം അവളെ കുറിച്ചായിരുന്നു. അവന്റെ ശബ്ദത്തിലെ ആ ആത്മാർത്ഥത അവളുടെ കണ്ണുകൾ നിറച്ചു. അവളുടെ കണ്ണിൽ നിന്നും നിർത്താതെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എനിക്കൊന്നുമില്ല സാർ, സാർ പേടിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതിനിടയിൽ ആൾക്കൂട്ടത്തിൽ ആരോ ഒരാൾ ആംബുലൻസിന് വിളിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ ആംബുലൻസ് അവിടെ വന്നു നിന്നു. തനിക്ക് ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിലെത്തണമെന്നോ മിഥുൻ തന്റെ ആരാണെന്നോ ഉള്ള ചോദ്യം പോലും മറന്ന് അവന്റെ വേണ്ടപ്പെട്ട ഒരാളെ പോലെ ഗായത്രി മിഥുനോടൊപ്പം ആംബുലൻസിൽ കയറി. അവളുടെ കൈകളിൽ അപ്പോൾ അവന്റെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു. അവൾ അവളുടെ ഷോൾ എടുത്ത് അവന്റെ ചോര വരുന്ന ഭാഗമെല്ലാം പൊത്തിപ്പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവന്റെ മുറിവ് വലുതായതുകൊണ്ട് തന്നെ അതിൽ നിന്നും നിൽക്കാതെ ചോര ഒഴുകുന്നുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കുമ്പോൾ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. അവളുടെ കൈകളിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു കിടന്നു. ആശുപത്രിയിൽ എത്തിയ ശേഷം മിഥുനെ ട്രോളിയിൽ വേഗത്തിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ അവനെ പരിശോധിച്ചു. തലയിൽ വലിയ മുറിവും നെഞ്ചിന് ചെറിയ ചതവും ദേഹത്താകെ പരിക്കുകളും ഉണ്ടായിരുന്നു അവന്. ആരെ വിളിച്ചു പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ കാത്തിരിപ്പ് മുറിയിൽ ഗായത്രി ഒറ്റയ്ക്കായിരുന്നു. അവിടെ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ ഗായത്രി തന്റെ ഷോളിൽ പടർന്നിരിക്കുന്ന ചോരയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
അതെല്ലാം മിഥുന്റെ ദേഹത്ത് നിന്നൊഴുകിയതാണ്. അവളുടെ മനസ്സിൽ അപ്പോൾ സ്റ്റെല്ല പറഞ്ഞ കാര്യങ്ങളോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും മിഥുൻ രക്ഷപ്പെടണമെന്നൊരൊറ്റ പ്രാർത്ഥന മാത്രമായിരുന്നു. അവളുടെ കണ്ണുകൾ അപ്പോഴും വല്ലാതെ നിറയുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം മുൻപ് തന്റെ മുന്നിലിരുന്ന് ഇഷ്ടം പറഞ്ഞയാൾ ആരൊക്കെ എത്രയൊക്കെ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും ഒരു ജീവന്റെ വില എത്ര വലുതാണ്. ഒന്നും സംഭവിക്കല്ലേ ദൈവമേ, ഗായത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൾ മാത്രമേ അപ്പോൾ അവനു വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുള്ളൂ. മിഥുനെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരാൾക്ക് കാണാം. കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് ഗായത്രിയെ വിളിച്ചു. ഗായത്രി അപ്പോൾ വേഗം റൂമിലേക്ക് ചെന്നു. ദേഹത്താകെ ബാൻഡേജ് ഇട്ട് കിടക്കുകയായിരുന്നു മിഥുൻ. അപ്പോൾ അവൾ പതിയെ അവന്റെ അരികിൽ ചെന്നിരുന്നു. സാർ, അവൾ മെല്ലെ വിളിച്ചു. നല്ല വേദന ഉണ്ടായിരുന്നെങ്കിലും അവളുടെ വിളി കേട്ടപ്പോൾ അവൻ അവന്റെ കണ്ണുകൾ പതിയെ തുറന്നു. ഗായത്രി, അവൻ ക്ഷീണിച്ച ശബ്ദത്തിൽ വിളിച്ചു. എനിക്കിത്രയേ പറ്റിയുള്ളൂ അല്ലേ, മരിച്ചു പോകുമെന്നാ കരുതിയത്. പറയുമ്പോൾ മിഥുന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഇല്ല സാർ, പേടിക്കാനൊന്നുമില്ല, കുറച്ച് ചതവുകളേ ഉള്ളൂ. സാരമില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ, അവൾ മെല്ലെ പറഞ്ഞു. മിഥുൻ അപ്പോൾ അവളെ നോക്കി. എന്റെ കയ്യിൽ ഒന്ന് പിടിക്കാമോ ഗായത്രി, എനിക്കൊരു ധൈര്യത്തിന്, അവൻ കരഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചു. ഗായത്രി അപ്പോൾ അവന്റെ കൈകളിലേക്ക് നോക്കി. മെലിഞ്ഞു വെളുത്ത ആ വിരലുകൾ കാണുമ്പോൾ എന്തോ ഒരു സൗമ്യത അവൾക്ക് തോന്നി. അവൾ പതിയെ അവന്റെ വിരലുകളിൽ അവളുടെ വിരൽ ചേർത്ത് പിടിച്ചു. അവൾ അങ്ങനെ ചെയ്തതും അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞിരുന്നു. അവൾ മെല്ലെ അവന്റെ കൈകളിൽ തലോടി. സമയം ഒരുപാടായില്ലേ, ഗായത്രിയെ കാണാഞ്ഞ് വീട്ടിലുള്ളവർ പേടിക്കില്ലേ, വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നോ, അവൻ അപ്പോൾ അവളോട് ചോദിച്ചു. പറഞ്ഞിരുന്നു, അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു. അമ്മ ആകെ പേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത്ര ദൂരെ ആയതുകൊണ്ട് രാത്രി ഒറ്റയ്ക്ക് വരണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലാകുമ്പോൾ നിറയെ ആളുകളുണ്ടല്ലോ, പേടിക്കാനുണ്ടാകില്ലല്ലോ. ഞാൻ രാവിലത്തെ ബസ്സിന് പോയിക്കൊള്ളാം, അവൾ പറഞ്ഞു. മിഥുൻ അപ്പോൾ അവളുടെ കയ്യിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. എന്നിട്ട് അവളുടെ കൈകളെ ഒന്ന് പതുക്കെ തഴുകി. ആക്സിഡന്റ് ഉണ്ടായ ഉടനെ എന്റെ മനസ്സിൽ വന്നത് നിന്നെക്കുറിച്ചാണ് ഗായത്രി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നോർത്തപ്പോൾ വലിയൊരാശ്വാസം തോന്നി. ഇടർച്ചയോടെ അവൻ അത് പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളിലെ സ്നേഹം അവൾക്ക് കാണാമായിരുന്നു. അത് അവളുടെ മനസ്സ് നിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സിൽ നിന്ന് അവനെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. ആ അപകടം അവളുടെ മനസ്സിനെ അവനോട് കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അവൾ അവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ സാറിന് ചായ വാങ്ങിക്കൊണ്ടുവരാം, അവൾ പെട്ടെന്ന് അതാണ് അവനോട് പറഞ്ഞത്. ഗായത്രി അത് പറഞ്ഞ് എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ മിഥുൻ അവളുടെ കൈകളിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. ഇപ്പൊ വേണ്ട ഗായത്രി, കുറച്ചുനേരം എന്റെ അടുത്തിരിക്കാമോ, അവൻ അവളെ നോക്കി. ഞാൻ ഇവിടെ ഉണ്ട് സാർ, അവൾ അപ്പോൾ അവനോട് പറഞ്ഞു. ഗായത്രി വീണ്ടും കസേരയിലിരുന്നു. ഹോസ്പിറ്റൽ മുറിയിലെ ആ മങ്ങിയ വെളിച്ചത്തിൽ മിഥുന്റെ വേദനയോടെയുള്ള മുഖം കണ്ടപ്പോൾ അവൾക്ക് തന്റെ മനസ്സിലെ സംശയങ്ങളെല്ലാം നീങ്ങിയതായി തോന്നി. സാർ അപകടം പറ്റിയപ്പോൾ പോലും എന്നെ കുറിച്ച് ഓർത്തല്ലോ, അത് മതി എനിക്ക്, അവൾ പതിയെ പറഞ്ഞപ്പോൾ മിഥുൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിലെ ആർദ്രത കണ്ടപ്പോൾ അവന് ലോകം കീഴടക്കിയ സന്തോഷം തോന്നി. സാറിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയണ്ടേ, എന്റെ കയ്യിൽ നമ്പർ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ടില്ല, ഗായത്രി അപ്പോൾ അവനോട് ചോദിച്ചു. വിളിച്ചു പറയാം, അല്പം കഴിയട്ടെ, അവൻ പറഞ്ഞു. സാറ് സമയത്തിന് വീട്ടിലെത്താഞ്ഞാൽ അവര് പേടിക്കില്ലേ? ഇല്ല, കുഴപ്പമില്ല, ഞാൻ ചിലപ്പോഴൊക്കെ ലേറ്റായി എത്താറുണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല, വിളിച്ചു പറയാം, അവൻ പറഞ്ഞപ്പോൾ ഗായത്രി അവനോട് തലയാട്ടി. അവൻ അപ്പോൾ അവളുടെ കൈകളിൽ ഒന്നുകൂടെ അമർത്തിപ്പിടിച്ചു. അവൾ അപ്പോൾ അവന്റെയും അവളുടെയും കൈകളിലേക്ക് നോക്കി. ആ കൈകൾ തമ്മിൽ ചേർന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ അവനോട് സ്നേഹം തന്നെയായിരുന്നു. മിഥുൻ അപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ശേഷം ക്ഷീണിച്ച ശബ്ദത്തിലാണെങ്കിലും ദൃഢമായി സംസാരിച്ചു തുടങ്ങി. ഗായത്രി, എന്റെ ജീവിതത്തെക്കുറിച്ച് വലിയൊരു രഹസ്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് ഒരു കാര്യം തുറന്നു പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് വേറൊന്നുമല്ല, ഇപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആരാണെന്ന് നീ വ്യക്തമായി അറിയണം. എന്റെ കാര്യങ്ങൾ, അവൻ പറഞ്ഞപ്പോൾ സ്റ്റെല്ല പറഞ്ഞ കാര്യങ്ങളാണ് അവൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നത്. അവളുടെ മുഖത്തപ്പോൾ ആകാംക്ഷ നിഴലിച്ചു. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയ ഒരാളാണ് ഗായത്രി. എന്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ പല പെൺകുട്ടികളോടൊപ്പം കിടക്ക പങ്കിട്ടിട്ടുണ്ട് ഞാൻ. എന്തോ അതെനിക്കൊരു തരം ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഹോബിയായിരുന്നു. മിഥുൻ പറഞ്ഞതും ഗായത്രി ഒന്ന് ഞെട്ടിപ്പോയി. സ്റ്റെല്ല പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന ബോധ്യത്തിലേക്കാണ് മിഥുന്റെ വാക്കുകൾ അവളെ കൊണ്ടെത്തിച്ചത്. എങ്കിലും അവന്റെ കയ്യിൽ നിന്ന് അവളുടെ കൈ വിടുവിക്കാനോ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ അവൾക്കായില്ല. സാർ എന്തായി പറയുന്നത്?
ഗായത്രി അവന്റെ കണ്ണിലേക്ക് നോക്കി. മിഥുന്റെ കണ്ണുകളിൽ നിന്നും അപ്പോൾ തുരുതുരാ വെള്ളം ഒഴുകുകയായിരുന്നു. അവൻ അവന്റെ സങ്കടത്തെ നിയന്ത്രിക്കാൻ പാടുപെടുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. സത്യമാണ് ഗായത്രി, ഞാൻ പറയുന്നത് അത്രയും സത്യമാണ്. അത് വെറും ഒരു നേരമ്പോക്ക് മാത്രമായിരുന്നു എനിക്ക്. ഒരു ബാധ്യതകളും ഇല്ലാത്ത ബന്ധങ്ങൾ, ഒന്നും മനസ്സറിഞ്ഞുകൊണ്ടല്ല. പക്ഷേ എങ്ങനെയൊക്കെയോ അതിലൊക്കെ വീണുപോയി. അവൻ പറയുന്നത് കേട്ടപ്പോൾ ഗായത്രി ഞെട്ടലോടെ അവനെ തന്നെ നോക്കി. അവന്റെ വാക്കുകളുടെ തീവ്രത അവളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാം ഗായത്രി, ഇത് കേൾക്കുമ്പോൾ നിനക്കെന്നോട് വെറുപ്പ് തോന്നുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് സത്യമാണ്. നിന്നെ ആദ്യമായി കാണുന്ന നിമിഷം വരെ എനിക്കത് തെറ്റാണെന്ന് തോന്നിയിരുന്നില്ല. എന്റെ ജീവിതം ഒഴുക്കിൽപ്പെട്ട തോണി പോലെ ഏതോ കടലിലായിരുന്നു. നീ ഷോപ്പിൽ ആദ്യമായി ഇന്റർവ്യൂവിന് വന്ന സമയം, അന്ന് നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് എന്റെ ചെയ്തികൾക്ക് മുൻപിൽ വലിയ കുറ്റബോധം തോന്നിയത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു ദേവത പോലെ നീ മനസ്സിൽ പതിഞ്ഞു. നീ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ തന്നെ, ഒരു വാക്ക് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാറാൻ തുടങ്ങുകയായിരുന്നു. എന്റെ ഉള്ളിലുള്ള വിഷമെല്ലാം പോകാൻ തുടങ്ങിയത് നിന്നെ കണ്ടപ്പോഴാണ്. ഇപ്പോൾ എനിക്ക് എന്റെ കഴിഞ്ഞ കാലം, ആ പഴയ ജീവിതം ഓർക്കാൻ പോലും കഴിയുന്നില്ല. സത്യം പറയാലോ ഗായത്രി, എന്റെ മനസ്സിലിപ്പോൾ നീ മാത്രമേ ഉള്ളൂ. മുഴുവനായും നീ മാത്രമേ ഉള്ളൂ. അവൻ ഒന്ന് നിർത്തി. എന്നിട്ട് ഒരു കൈകൊണ്ട് അവന്റെ കണ്ണുനീർ തുടച്ചു. നിനക്കറിയാമോ ഗായത്രി, എനിക്കിപ്പോൾ ഉള്ള എന്റെ കുടുംബം അവരെന്റെ സ്വന്തം അച്ഛനും അമ്മയുമല്ല. എനിക്ക് ആരുമില്ല ഗായത്രി, ഞാനൊരു അനാഥനാണ്. അവൻ പറഞ്ഞതും ഗായത്രിയുടെ കണ്ണുകൾ ഒന്നവനെ ഉറ്റുനോക്കി. എന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്നെ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചതാണ്. ഇപ്പോഴുള്ള അച്ഛനും അമ്മയും അവരെന്നെ ദത്തെടുത്ത് വളർത്തിയതാണ്. അവരുടെ സ്നേഹത്തിലാണ് ഞാൻ വളർന്നതെങ്കിലും ഞാൻ അവരുടെ മകനല്ലെന്ന് അറിവ് വെച്ചപ്പോൾ മുതൽ അറിഞ്ഞു തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും എന്നോട് വലിയ സ്നേഹമൊക്കെ തന്നെയാണ്. സ്വന്തം മകനല്ലെന്ന ഒരു വ്യത്യാസവും അവർ ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷേ അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കൾ അങ്ങനെയല്ലായിരുന്നു. കുഞ്ഞുനാള് മുതലേ അവർക്കൊക്കെ എന്നോടുള്ള താല്പര്യക്കുറവ് എനിക്ക് വേഗത്തിൽ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയാൽ മറ്റു കുട്ടികളോട് കാണിക്കുന്ന സ്നേഹമൊന്നും അവരെന്നോട് കാണിച്ചിരുന്നില്ല. അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെ മക്കളോട് കുടുംബത്തിലുള്ള എല്ലാവർക്കും പരസ്പരം വലിയ കാര്യമായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടു പോകുമായിരുന്നു. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ബന്ധത്തിലുള്ള എന്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഞാനൊരു ഫംഗ്ഷനിൽ പെട്ടുപോയാൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങുമായിരുന്നു. അച്ഛനും അമ്മയും എന്നോട് കാണിക്കുന്ന സ്നേഹമൊന്നും മറ്റാരും കാണിച്ചിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് എന്റെ കുഞ്ഞു മനസ്സ് അപ്പോഴൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. എന്നെ മാത്രമായി എല്ലാവരും അവഗണിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഒരുപാട് എന്റെ മനസ്സ് തിരഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അതോർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് മാത്രം എന്തായിരിക്കും കുറവെന്ന് കരുതി ഏറെ ദുഃഖിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അറിഞ്ഞു ഞാൻ അവരുടെ കുടുംബത്തിലുള്ള ആരുമല്ലെന്ന്. എന്നെ എന്റെ അച്ഛനും അമ്മയും ദത്തെടുത്തതാണെന്ന്. അച്ഛനും അമ്മയ്ക്കും മാത്രമേ ഞാൻ മകനായിരുന്നുള്ളൂ. അവരുടെ 2 കുടുംബങ്ങളിലും ഞാനൊരു അനാഥനായിരുന്നു. അച്ഛനും അമ്മയും ഏതാണെന്നറിയാത്ത, തന്തയും തള്ളയും ഇല്ലാത്ത ഏതോ ഒരു ചെക്കൻ. ഒരിക്കൽ എന്റെ മനസ്സിനെ ഏറെ വിഷമിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി ഗായത്രി. അമ്മയുടെ മൂത്ത സഹോദരന്റെ മകളുടെ കല്യാണത്തിന് പോയപ്പോൾ അവരുടെ ഭാര്യ എല്ലാ കുഞ്ഞുങ്ങൾക്കും ചോക്ലേറ്റ് കൊണ്ടുകൊടുത്തു. എല്ലാവർക്കും കൊടുത്തത് കണ്ടപ്പോൾ ഞാനും സന്തോഷത്തോടെ കൈനീട്ടി. പക്ഷേ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി എനിക്ക് മാത്രം തരാതെ അവരപ്പുറത്തുള്ള ആളുകൾക്ക് കൊടുത്തു. മനസ്സ് പിടഞ്ഞൊരു പിടച്ചിലുണ്ടപ്പോൾ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പിടച്ചിൽ. ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ മറ്റോ ആണ്. പക്ഷേ ആ അവഗണന എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഗായത്രി. ഏറെ സന്തോഷത്തോടെ ചിരിച്ചു കൈനീട്ടിയതായിരുന്നു ഞാൻ. ശരിക്കും ഞാനൊരു മിഠായി കൊതിയനായിരുന്നു അന്നൊക്കെ. പക്ഷേ നമുക്ക് തരാതെ നമ്മുടെ കൺമുന്നിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കണ്ടപ്പോൾ എന്റെ കുഞ്ഞു മനസ്സിന് അന്നത് താങ്ങാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രം. അങ്ങനെ പല സംഭവങ്ങളും പിന്നീടും ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുനാളിലും വലുതായപ്പോഴും എല്ലാം തന്നെ. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതെ ഒരു കുടുംബത്തിൽ മൊത്തം നമ്മൾ അന്യനാവുമ്പോഴുള്ള അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗായത്രി. എപ്പോഴൊക്കെയോ മനസ്സ് പതറിപ്പോയി, എങ്ങനെയൊക്കെയോ വഴിതെറ്റിപ്പോയി. ശരിക്കുള്ള ഞാൻ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ എന്റെ മനസ്സ് പലപ്പോഴും കിടന്നുരുകാറുണ്ട്. എന്റെ പൂർവ്വകാലം എന്താണെന്ന് ആലോചിച്ച് പലപ്പോഴും അസ്വസ്ഥനാവാറുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഒരു വേരില്ലാത്ത അവസ്ഥ. ഒരു കുടുംബത്തിൽ മുഴുവൻ പട്ടിക്ക് സമമാകുന്ന അവസ്ഥ. ദയനീയമായിട്ട് ആളുകൾ നമ്മളെ നോക്കുന്നത് സഹിക്കാം. പക്ഷേ ഒരു പട്ടിയുടെ പോലും വിലയില്ലാത്തവനായി പുച്ഛിച്ചു തള്ളുന്നത് കണ്ട് കണ്ട് മനസ്സ് മടുത്തിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും മുത്തശ്ശിമാർക്കടക്കം പുച്ഛമായിരുന്നു. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? എന്നെ ദത്തെടുത്തതിൽ എപ്പോഴും അവരൊക്കെ അച്ഛനെയും അമ്മയെയും വഴക്ക് പറയുന്നത് ഞാൻ എന്റെ കാതിൽ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആ ചിന്തകളൊക്കെ ആയിരിക്കാം എന്റെ ജീവിതത്തെ ഇത്രത്തോളം അലങ്കോലപ്പെടുത്തിയത്.
അവൻ പറയുമ്പോൾ അവന്റെ വാക്കുകളിൽ വല്ലാത്ത സങ്കടം നിറയുന്നുണ്ടായിരുന്നു. പറയാൻ വാക്കുകൾ കിട്ടാതെ അവൻ ഇടറി കരഞ്ഞു പോവുകയായിരുന്നു. അവൻ പറഞ്ഞത് കേട്ടുനിന്ന് ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ആരും അറിയാത്ത ഇത്രമേൽ ആഴത്തിലുള്ള ഒരു വിഷമം അവൻ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അതുതന്നെയായിരിക്കും അവളുടെ മനസ്സിൽ അവനോട് ഇഷ്ടം തോന്നിപ്പോയതിനുള്ള ഒരു വലിയ കാരണവും. എനിക്ക് ഒരുപാട് പണമുണ്ട്, പ്രശസ്തിയുണ്ട്, പക്ഷേ എന്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല ഗായത്രി. എന്റെ ജീവിതത്തിൽ എനിക്കൊരു തുണ വേണമെന്ന് ഇപ്പോൾ തോന്നുന്നു. എനിക്കൊരു കുടുംബം വേണം. നിന്നെ കണ്ടുമുട്ടിയപ്പോൾ മുതൽ നീയാണ് എന്റെ വേരെന്നും നീയാണ് എന്റെ ലോകമെന്നും എന്റെ മനസ്സെന്നോട് പറഞ്ഞു തുടങ്ങി. കരഞ്ഞുകൊണ്ടാണ് മിഥുൻ അത്രയും പറഞ്ഞത്. മിഥുൻ അപ്പോൾ അവളുടെ കൈകളിൽ കൂടുതൽ മുറുകെ പിടിച്ചു. ശരീരത്തിന്റെ വേദന മറന്ന് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗായത്രി, നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയുമോ? എന്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം നിനക്ക് മാപ്പാക്കാൻ പറ്റുമെങ്കിൽ എന്റെ തെറ്റുകൾ ക്ഷമിച്ച് എന്റെ എല്ലാ കുറവുകളും അംഗീകരിച്ചുകൊണ്ട് നീ എന്റെ സ്വന്തമാവുമോ? പറ്റിപ്പോയ തെറ്റുകൾക്ക് എങ്ങനെ നിന്നോട് മാപ്പ് ചോദിക്കണമെന്നറിയില്ല. എങ്കിലും ഒരു ഉറപ്പ് ഞാൻ തരാം. ഇനിയുള്ള ജീവിതത്തിൽ നിനക്ക് വേണ്ടി മാത്രമേ ഞാൻ ജീവിക്കൂ. നീയല്ലാതെ മറ്റൊരു പെണ്ണെന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഇനി പഴയതുപോലാവാൻ എനിക്ക് കഴിയുകയുമില്ല. നിന്നെ കണ്ടപ്പോൾ മുതൽ എന്റെ മനസ്സിൽ നീയാ. മറ്റൊന്നും എനിക്ക് വേണ്ട. മറ്റൊന്നിലേക്ക് നോക്കാൻ പോലും എനിക്ക് ആകുന്നില്ല. ഞാൻ ചതിക്കില്ലെന്ന വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ, എന്റെ തെറ്റുകളെല്ലാം പൊറുക്കാൻ പറ്റുമെങ്കിൽ എന്നെ സ്നേഹിച്ചൂടെ? പറഞ്ഞു കഴിയുമ്പോഴേക്കും മിഥുൻ അവന്റെ കണ്ണുകൾ അടച്ച് പൊട്ടിക്കരഞ്ഞിരുന്നു. അതെല്ലാം കേട്ടുനിന്ന ഗായത്രിക്ക് അപ്പോൾ എന്തു പറയണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അപകടം പറ്റിയപ്പോൾ ആ വേദനയ്ക്കിടയിലും മിഥുൻ തന്റെ കാര്യം തിരക്കിയപ്പോൾ, മറയില്ലാതെ അവനെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ, അതിനൊക്കെ അപ്പുറത്തായി അവന്റെ മനസ്സിലെ വേദന പറഞ്ഞ് അവൻ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ എപ്പോഴോ മിഥുനെ അവൾ വല്ലാതെ സ്നേഹിച്ചു പോയിരുന്നു. കണ്ണുകൾ അടച്ച് പൊട്ടിക്കരയുന്ന അവന്റെ മുഖത്തേക്ക് അവൾ ഒന്നു നോക്കി. എന്തോ അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവളുടെ മനസ്സ് അവളോട് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഒരു കുറവുകളും അപ്പോൾ അവളുടെ കണ്ണിലേക്കോ മനസ്സിലേക്കോ വന്നില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് അവനെ വേണമായിരുന്നു. മിഥുനേട്ടാ, അവൾ പതിയെ വിളിച്ചു. അവളുടെ ശബ്ദമിടറി. ആ വിളി കേട്ടതും കണ്ണുകൾ മിഴിച്ചു തുറന്നുകൊണ്ട് മിഥുൻ അവളെ ഒന്ന് നോക്കി. അവളുടെ ആ വിളി അവന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു. ഏട്ടാ, കഴിഞ്ഞു പോയതൊന്നും ഞാൻ നോക്കുന്നില്ല. എല്ലാം ഞാൻ മറക്കാം. പക്ഷേ ഈ നിമിഷം എനിക്ക് അറിയേണ്ടത് ഇനി മുന്നോട്ട് ഏട്ടൻ എന്നെ ചതിക്കില്ലല്ലോ എന്നാണ്. അതുമാത്രം ഒരിക്കൽ കൂടി എന്നോട് പറയാമോ? നിറഞ്ഞ കണ്ണുകളോടെ അവൾ അത് ചോദിച്ചപ്പോൾ മിഥുൻ അവളെ നോക്കി. അവളോട് ഉത്തരം പറയാൻ കഴിയാതെ അവൻ അപ്പോൾ വിറയ്ക്കുകയായിരുന്നു. ഒരിക്കലും ഇല്ലടി പൊന്നെ, ചതിക്കുക പോയിട്ട് ഒന്ന് വേദനിപ്പിക്കുക കൂടിയില്ല ഞാൻ. മിഥുൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് അവളുടെ മുഖം ചേർത്ത് വെച്ച് കരയാൻ തുടങ്ങിയിരുന്നു. ഏട്ടാ, ഇതിലെന്താണ് ശരി, എന്താണ് തെറ്റെന്നൊന്നും എനിക്കറിയില്ല. ഞാനും അറിയാതെ സ്നേഹിച്ചു പോയി. എന്ത് കുറവുകളുണ്ടെങ്കിലും എനിക്ക് ഏട്ടൻ മതി, ഏട്ടൻ മാത്രം മതി. അവൾ അത് പറഞ്ഞപ്പോൾ മിഥുന് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. അവർ രണ്ടുപേരും മുഖത്തോട് മുഖം ചേർന്ന് കെട്ടിപ്പിടിച്ച് തലോടി കരയാൻ തുടങ്ങി. ആ കെട്ടിപ്പിടുത്തവും തലോടലും സ്നേഹവുമെല്ലാം ഏറെ നേരം നീണ്ടു. തന്റെ മുറിവും വേദനയും എല്ലാം മറന്നുകൊണ്ട് മിഥുൻ അവളുടെ സാമീപ്യത്തിൽ സന്തോഷിക്കുകയായിരുന്നു. അപ്പോൾ അത് മതിയായിരുന്നു അവന്. ഒരു പെണ്ണിന്റെ ശരീരത്തിനപ്പുറം ഒരു പെണ്ണിന്റെ മനസ്സിനും സ്നേഹത്തിനും ഇത്രത്തോളം സുഖം തരാൻ കഴിയുമെന്ന് അവൻ അറിയുകയായിരുന്നു. അന്നത്തോടുകൂടി അവന്റെ രാത്രികൾ അവസാനിച്ചിരുന്നു. ഗായത്രിയോടുള്ള സ്നേഹം അവനൊരു പുതിയ സൂര്യോദയം നൽകിയിരുന്നു. അതെ, പിറ്റേന്ന് മുതലുള്ള പുലരി അവർക്കുള്ളതായിരുന്നു. ആശുപത്രി വിട്ട് കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും വിവാഹിതരായി. മിഥുന്റെ ഇഷ്ടം മനസ്സിലാക്കി അവനെ ദത്തെടുത്ത അച്ഛനും അമ്മയും അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയായിരുന്ന ഗായത്രി ഇപ്പോൾ മിഥുന്റെ ഭാര്യയാണ്, വലിയ ബിസിനസ്സുകാരന്റെ ഭാര്യ. പക്ഷേ ആ സ്ഥാനമൊന്നും അവൾക്കൊരു മാറ്റവും വരുത്തിയിരുന്നില്ല. മറ്റൊരാളുടെ സങ്കടം കാണുമ്പോൾ മനസ്സലിയുന്ന ആ ലാളിത്യ സ്വഭാവം അപ്പോഴും അവളിലുണ്ടായിരുന്നു. ഒപ്പം മിഥുനും അവളുടെ പ്രാണനായി കഴിഞ്ഞിരുന്നു. ഏറെ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു രാത്രി ഗായത്രി കട്ടിലിൽ ചാരിയിരുന്ന് അവളുടെ കുഞ്ഞിനെ പാലൂട്ടുകയായിരുന്നു. മുറിയിലേക്ക് നേരിയ നിലാവെളിച്ചവും ഒപ്പം സീറോ ബൾബിന്റെ വെളിച്ചവും എത്തുന്നുണ്ട്. അവരുടെ കുഞ്ഞുവാവ പാല് കുടിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് കണ്ണ് ചിമ്മി പതുക്കെ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അയ്യട ചക്കരെ, എന്തൊരു കുടിയാ ഇത്, മതി കുടിച്ചത് ട്ടോ. ഗായത്രി ഏറെ വാത്സല്യത്തോടെ ആ കുഞ്ഞിന്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഒരമ്മയുടെ വാത്സല്യം മുഴുവനും അവളുടെ മുഖത്തപ്പോൾ ഉണ്ടായിരുന്നു. മിഥുൻ അപ്പോൾ കട്ടിലിനരികിലെ കസേരയിലിരുന്ന് ആ മനോഹരമായ നിമിഷം നോക്കി ആസ്വദിക്കുകയായിരുന്നു. അവൻ ഗായത്രിയെയും തന്റെ പൊന്നോമനയെയും കണ്ണു നിറയെ കാണുകയായിരുന്നു. ഈ മനോഹര നിമിഷത്തിനു മുൻപിൽ തന്റെ പഴയ ലോകം എത്ര ശൂന്യമായിരുന്നു എന്ന് അവൻ അപ്പോൾ ഓർത്തു.
പാലൂട്ടിക്കഴിഞ്ഞ് ഗായത്രി കുഞ്ഞിനെ തോളിൽ ചാരി പിടിച്ച് തട്ടി ഉറക്കി. എന്നിട്ട് ഉറങ്ങിയ കുഞ്ഞിനെ മെല്ലെ കട്ടിലിൽ കിടത്തി. ശേഷം അവൾ മിഥുനെ ഒന്ന് നോക്കി. മിഥുൻ അപ്പോൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു. ശേഷം അവൻ അവൾക്കരികിലേക്ക് എണീറ്റു വന്നു. എന്നിട്ട് അവളുടെ മുഖം അവന്റെ കൈകളിൽ എടുത്തു. അവൾ അപ്പോൾ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. ഞാൻ ഓർക്കുകയായിരുന്നു ഗായത്രി, അന്ന് അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നിന്റെ സ്നേഹം കിട്ടാൻ സമയം ഒരുപാട് എടുത്തേനെ. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് ഇപ്പോൾ തോന്നുന്നു. അപകടങ്ങൾ സംഭവിക്കുന്നതും ചിലപ്പോൾ നല്ലതിനു വേണ്ടിയായിരിക്കും അല്ലേ ഗായത്രി? എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്ത എന്നെ നീ സ്നേഹിച്ചു. നീ അടി പെണ്ണെ, എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അവൻ സ്നേഹത്തോടെ അവളുടെ നെറ്റിയിൽ തലോടി. ഇപ്പോതാ എന്റെ കുഞ്ഞും വന്നിരിക്കുന്നു. രക്തബന്ധമെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സുഖം വേറെയാ ഗായത്രി. എന്റെ ചോരയിലുള്ള എന്റെ കുഞ്ഞിനെ കാണുമ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയാമോ ഇപ്പോൾ? മിഥുൻ അവളെ അവനോട് ചേർത്ത് പിടിച്ചു. അവരുടെ നിശബ്ദമായ സ്നേഹം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. അന്ന് അപകടം പറ്റിയപ്പോൾ ഉണ്ടായ മുറിവിന്റെ പാട് അപ്പോഴും മിഥുന്റെ നെറ്റിയിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഗായത്രി അപ്പോൾ അവന്റെ മുറിവിന്റെ നേരിയ പാടിൽ പതുക്കെ ചുംബിച്ചു. അവന്റെ പഴയ വേദനയുടെയും പുതിയ പ്രണയത്തിന്റെയും അടയാളം. അവർ രണ്ടുപേരും അപ്പോൾ അവരുടെ കുഞ്ഞിനെ നോക്കി പുഞ്ചിരിച്ചു. അവർക്കറിയാമായിരുന്നു, അവളില്ലെങ്കിൽ അവനില്ല എന്നും അവനില്ലെങ്കിൽ അവളില്ല എന്നും. കുഞ്ഞുറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അവരുടെ മാത്രമായ ലോകത്തേക്ക് കടന്നു. അന്യരായ പെണ്ണുങ്ങളുടെ ശരീരസുഖത്തേക്കാൾ എത്രയോ വലുതാണ് തന്നെ സ്നേഹിക്കുന്ന, തന്നെ മനസ്സിൽ പതിപ്പിച്ച തന്റെ പാതിയുടെ ഒരു തലോടലിനുള്ളതെന്ന് അവൻ അറിയാമായിരുന്നു. അപ്പോൾ ഒരിക്കലും പിരിയാനാവാത്ത വിധം അവർ രണ്ടുപേരും അത്രമേൽ അടുത്തിരുന്നു. സ്നേഹത്തോടെ അവൻ അവളെ നുകരുമ്പോൾ അവൾ അവനു വേണ്ടി ഒരു രാത്രിക്കുള്ള പെണ്ണായിരുന്നില്ല. ജീവിതകാലം മുഴുവൻ അവസാന ശ്വാസം വരെ തന്നോടൊപ്പം ജീവിക്കേണ്ടവളായിരുന്നു. അവളില്ലെങ്കിൽ അവനില്ലാതാകുന്ന പ്രണയം. അതെ, ആ മുറിയിലാകെ അവരുടെ ആർദ്രമായ പ്രണയ നിമിഷങ്ങൾ ഒഴുകാൻ തുടങ്ങി. രാത്രിയുടെ ശാന്തതയ്ക്ക് ശേഷം കിഴക്ക് വെളിച്ചം പരന്നു തുടങ്ങിയിരുന്നു. മിഥുന്റെയും ഗായത്രിയുടെയും കിടപ്പുമുറിയിൽ കർട്ടനുകൾക്കിടയിലൂടെ സൂര്യരശ്മികൾ പതിയെ അരിച്ചിറങ്ങി. ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്ന മിഥുൻ തന്റെ നെഞ്ചിൽ ചെറിയൊരു ഭാരം അനുഭവപ്പെടുന്നത് തോന്നിയപ്പോഴാണ് കണ്ണു തുറന്നത്. കണ്ണുകൾ തുറന്ന അവൻ കണ്ടത് ഗായത്രിയുടെ നെഞ്ചിൽ ചേർന്ന് കിടന്നുറങ്ങുകയായിരുന്ന അവരുടെ ഉണ്ണിമോള് എങ്ങനെയോ ഇഴഞ്ഞ് മിഥുന്റെ നെഞ്ചിലേക്ക് കയറിയിരിക്കുന്നു. അവളുടെ കുഞ്ഞു കൈകൾ മിഥുന്റെ താടിയിൽ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞു മുഖത്ത് നിഷ്കളങ്കമായ വലിയ ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പടി വികൃതി! മിഥുൻ സ്നേഹത്തോടെ കുഞ്ഞിനെ തലോടി. അവരുടെ ശബ്ദം കേട്ട് ഗായത്രി അപ്പോൾ ഉറക്കമുണർന്നു. അവൾ അവളുടെ കണ്ണുകൾ തിരുമ്മി ചിരിച്ചുകൊണ്ട് മിഥുനെയും കുഞ്ഞിനെയും നോക്കി. നോക്കടി കള്ളി, അമ്മ ദേ കണ്ണും ഈച്ചു നോക്കുന്നു. ഗായത്രി അമ്മ കണ്ടോ നമ്മുടെ കുഞ്ഞുമോളുടെ കുരുത്തക്കേട്? ഉറങ്ങാൻ സമ്മതിക്കാതെ എന്നെ തട്ടി ഉണർത്തി. മിഥുൻ പരാതി പറയുന്ന പോലെ കുഞ്ഞിനോട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അവന്റെ മുഖത്ത് നിറയെ അപ്പോൾ ലോകത്തിലെ മുഴുവൻ സ്നേഹവും ഉണ്ടായിരുന്നു. ഗായത്രി അപ്പോൾ ചിരിച്ചുകൊണ്ട് അവർക്കരികിലേക്കൊന്ന് ചേർന്ന് കിടന്നു. എന്നിട്ട് കുഞ്ഞിനെ മെല്ലെ മിഥുന്റെ ദേഹത്തു നിന്നും എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവർ ആ ശബ്ദം കേട്ടത്. നേർത്തതും എന്നാൽ വ്യക്തമല്ലാത്തതുമായ ഒരു വിളി. അച്ഛാ! കുഞ്ഞപ്പോൾ സന്തോഷത്തോടെ കൈകൾ ഉയർത്തി മിഥുന്റെ മുഖത്തേക്ക് നോക്കി. അത് വ്യക്തമായ വിളി ആയിരുന്നില്ലെങ്കിലും ആ സ്നേഹം നിറഞ്ഞ ശബ്ദം മിഥുന്റെ ഹൃദയത്തിൽ അങ്ങ് തറച്ചു കയറുകയായിരുന്നു. കേട്ടോ ഗായത്രി, മോൾ എന്നെ വിളിച്ചത്? മോൾ അച്ഛാന്ന് വിളിച്ചു. മിഥുൻ ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും ഗായത്രിയെ നോക്കി. ശരിക്കും അങ്ങനെ വിളിച്ചതാണോ ഏട്ടാ? ഇനി അവൾ അറിയാതെ ശബ്ദമുണ്ടാക്കിയപ്പോൾ അങ്ങനെ ആയിപ്പോയതാണോ? ഗായത്രി അപ്പോൾ അവനോട് ചോദിച്ചു. അല്ലടി പെണ്ണെ, അച്ഛാന്നാണ് വിളിച്ചത്, ഞാൻ കേട്ടതാ. ഇതാരാ കുഞ്ഞുവാവയുടെ? അച്ഛ കുട്ടി ഒന്നുകൂടെ വിളിച്ചേ, അച്ഛാന്ന് വിളിച്ചേടി പൊന്നൂസേ. മിഥുൻ കുഞ്ഞിനെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞപ്പോൾ അവളുടെ കുഞ്ഞു മോണ കാട്ടി പൊട്ടിച്ചിരിച്ചു. വീണ്ടും അതേ ശബ്ദം പുറപ്പെടുവിച്ചു. അച്ഛാ, അച്ഛാ. അത് കേട്ടതും ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ ചുണ്ടിൽ ഒരു വലിയ പുഞ്ചിരി വിരിഞ്ഞു. അവൾ മിഥുന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. മിഥുന്റെ കണ്ണുകളും അപ്പോൾ നിറഞ്ഞിരുന്നു. മിഥുൻ അപ്പോൾ കുഞ്ഞിനെ ഉമ്മ വെക്കാൻ തുടങ്ങി. ഗായത്രി സ്നേഹത്തോടെ കുഞ്ഞിന്റെ കവിളിൽ തലോടി. മിഥുൻ സന്തോഷത്തോടെ അവന്റെ കുഞ്ഞിനെ അവന്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി. അവന്റെ നെറ്റിയിലെ മുറിപ്പാട് പോലും മാഞ്ഞു പോകത്തക്ക വിധത്തിൽ അവന്റെ മുഖം അപ്പോൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അവൻ അവന്റെ ചോരയെയും ആ കുഞ്ഞിനെ അവന് സമ്മാനിച്ച അവന്റെ പെണ്ണിനെയും അവന്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി. രണ്ടുപേരുടെ നെറ്റിയിലും കവിളിലും മാറി മാറി ഉമ്മ കൊടുത്തു. കുഞ്ഞപ്പോൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഗായത്രിയുടെ കണ്ണുകൾ നിർത്താതെ ഇറനണിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഗായത്രിയും കുഞ്ഞും അവന്റെ നെഞ്ചിൽ പതിഞ്ഞു കിടന്നു.
രണ്ടുപേരെയും നെഞ്ചിൽ കിടത്തി കൊഞ്ചിക്കുമ്പോൾ മിഥുന് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. അങ്ങനെ അവന്റെ നെഞ്ചിൽ കിടന്ന് തുള്ളിക്കളിക്കുമ്പോൾ കുഞ്ഞൊരിക്കൽ കൂടി വിളിച്ചു, അച്ഛാ. ആ വിളി ഒരിക്കൽ കൂടി കേട്ടതും മിഥുന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി തുടങ്ങി. അവന്റെ കണ്ണുകൾ അപ്പോൾ നന്ദിയോടെ ഗായത്രിയെ നോക്കി. ഈ സന്തോഷങ്ങളെല്ലാം എനിക്ക് തന്നത് നീയാണ് ഗായത്രി. അവൻ അവളുടെ നെറ്റിയിൽ ഒന്നുകൂടി ചുംബിച്ചു. കുഞ്ഞ് അവർക്കിടയിൽ കിടന്ന് ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ചിരിച്ചു. അവരുടെ കിടക്കയിൽ തങ്ങളുടെ കുഞ്ഞിന്റെ ചിരിയും അച്ഛാവിളിയും കേട്ട് മിഥുനും ഗായത്രിയും ആ സ്നേഹ നിമിഷത്തിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങി. ഒരു പുതിയ സൂര്യോദയത്തിലെ പുതിയ സ്നേഹ നിമിഷങ്ങൾ അവിടെ ആരംഭിച്ചു. അവരുടെ പ്രണയത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം ആ കുഞ്ഞു കൈകളിലായിരുന്നു, അവരുടെ കുഞ്ഞോമനയിൽ.